എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് 4 ബെഡ്റൂമിൻ്റെ ഒരു 2 നില വീടാണ്. അപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ 18 സെൻറ്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡോട് കൂടിയ സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട്. അത് കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റൂട്ടിൽ കപ്പാട് ടൗണിന് സമീപമായിട്ട് ബസ് റോഡിൽ നിന്നും ഏകദേശം 400 മീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന വീടാണ്. അപ്പോൾ ഇതാണ് വീടിൻ്റെ നമ്മുടെ മുൻവശത്തെ ഒരു ദൃശ്യം വരുന്നത്. ചുറ്റുമതിലിൻ്റെ പണികളൊക്കെ തീരാൻ വേണ്ടിയിട്ടുണ്ട്. വിശാലമായിട്ടുള്ള വലിയൊരു മുറ്റം, നമുക്ക് ഒരു 10-15 വാഹനം വന്നാൽ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനും പറ്റുന്നൊരു മുറ്റം. അപ്പോൾ വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം. ഈ വീടിനും സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില 78 ലക്ഷം രൂപ മാത്രമാണ്. അത് നെഗോഷ്യബിൾ പ്രൈസാണ്. വീടിൻ്റെ പഴക്കമെന്ന് പറയുന്നത് 1 വർഷത്തിൽ താഴെ മാത്രമാണ്. ലോണൊക്കെ ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഏത് ബാങ്കിൻ്റെയും ലോണ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഒരു ചുറ്റുവട്ടത്തെ കാഴ്ചകൾ. അത്യാവശ്യം ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട്. വെള്ളത്തിനായിട്ട് പൈപ്പ് കണക്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ബോർവെല്ലും ചെയ്തിട്ടുണ്ട്. കിണർ കുത്തിയാലേ വെള്ളം ലഭിക്കുന്ന മേഖലയാണെന്നാണ് ഉടമ പറഞ്ഞത്. തൊട്ടടുത്തൊക്കെ കിണർ കുത്തി ഈ പ്ലോട്ടുകളിലൊക്കെ വെള്ളം ഉള്ളതാണ്. പുതിയൊരു പ്ലോട്ടാണ്. അതിലെ ആദ്യത്തെ ഒരു വീടാണ് ഇപ്പോൾ പണി തീർന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിലും അത്യാവശ്യം കൃഷി വസ്തുക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മാവ്, പേര, മംഗോസ്റ്റിൻ അങ്ങനെയുള്ള തെങ്ങ് അങ്ങനെയുള്ള ഫലവൃക്ഷങ്ങളൊക്കെ ഈ കോമ്പൗണ്ടിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചുറ്റുമതിലൊക്കെ കെട്ടി വന്നു കഴിഞ്ഞാൽ അടിപൊളി ഒരു വീട് തന്നെയാണിത്. അപ്പോൾ ഇത് നമ്മുടെ പഞ്ചായത്ത് റോഡിൽ നിന്ന് ഈ പ്ലോട്ടിലേക്ക് വരുന്ന ഒരു വഴിയാണ്. ഇതാണ് പഞ്ചായത്ത് റോഡ്. അങ്ങേയറ്റത്ത് ആ പോസ്റ്റ് കാണുന്നത് പഞ്ചായത്തിൻ്റെ റോഡാണ്. അവിടുന്ന് ഈ വീട്ടിലേക്കുള്ള ഭാഗം മാത്രമാണ് മണ്ണ് റോഡ് വന്നിരിക്കുന്നതും ടാർ ചെയ്ത് വരുന്നതാണ് ഭാവിയിൽ. നല്ല ഭംഗിയിൽ ഒരു കണ്ടംപററി ഡിസൈനിൽ കൊടുത്തിരിക്കുന്ന ഒരു വീടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, 10-15 അല്ല അതിലേറെ വാഹനങ്ങൾ വന്നാൽ പോലും പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മുറ്റം. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ കൃഷിയൊക്കെ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ മുറ്റത്തിൻ്റെ അളവൊക്കെ കുറച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ കൃഷിക്കൊക്കെ ആയിട്ട് ഈ സ്ഥലം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ഒരു സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത്. നല്ല മനോഹരമായിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല LED ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു. മുകൾ വശത്തും അതുപോലെ തന്നെ എല്ലാ ഒരു ഭാഗമൊക്കെ ബാൽക്കണിയാണ്. നമുക്ക് മുകളിൽ ചെന്ന് കഴിയുമ്പോൾ അതെല്ലാം വിശദമായിട്ട് നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട്. മാറ്റ് ഫിനിഷിലുള്ള ഒരു ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ടൈലൊക്കെ അപ്പോക്സി ഇട്ടിട്ടുണ്ട്. ഇവിടെ താമസം ഉള്ളതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഇല്ല, വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായി കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക. തേക്കിൻ്റെ തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന 2 പാളിയുടെ ഒരു ഫ്രണ്ട് ഡോറാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇതാണ് നല്ല വലിയ ഒരു സ്വീകരണ മുറി. അതിൽ പ്രൊഫൈൽ ലൈറ്റ്, LED ലൈറ്റുകൾ, ഫാൻസി ലൈറ്റുകൾ, ട്യൂബ് ലൈറ്റ്, BLDC ഫാൻ മുതലായ എല്ലാ സൗകര്യങ്ങളും അതിൽ ചെയ്തിരിക്കുന്നു. ഈ കാണുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഒരു ഡൈനിങ് സ്പേസ് വന്നിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ വേറൊരു ഡൈനിങ് സ്പേസും കൂടി വരുന്നുണ്ട്. ആളുകളുള്ളത് കൊണ്ടാണ് ആ ഒരു ഭാഗം കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. മുകളിലേക്ക് കയറുന്ന സ്റ്റെയർ കേസൊക്കെ തടികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വീടിന് ഒരു ഓപ്പൺ കിച്ചണാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു കുറച്ചുകൂടെ മാറിയിട്ട് ഒരു വലിയൊരു വർക്ക് ഏരിയയും കൂടി ഈ വീടിന് കൊടുത്തിട്ടുണ്ട്. താമസം ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ അത്ര ഒരു ക്ലിയർ ആവാത്തത്. ഇത് നമ്മുടെ ഡൈനിങ് ഏരിയയിലെ ഒരു ഇൻറ്റീരിയർ വർക്കാണ് നമ്മളിപ്പോൾ കണ്ടത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ്, മുകളിലത്തെ നിലയിലും 2 ബെഡ്റൂം അറ്റാച്ച്ഡ്. അങ്ങനെയാണ് ഈ വീടിൻ്റെ നിർമ്മാണം വന്നിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, കട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടും അലമാര വെച്ചിട്ടും സ്പേസ് ഉണ്ട്. ഇതാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം. അതിൽ ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും ഒക്കെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ടൈലൊക്കെ അപ്പോക്സി ഇട്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. ഇതും വലിയ ബെഡ്റൂമാണ്. ഇതും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയൊക്കെ ടാപ്പ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉപയോഗിച്ചുള്ള ബാത്റൂമിൻ്റെ നിർമ്മാണമൊക്കെ വന്നിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കയറി അവിടുത്തെ കാഴ്ചകൾ കൂടി കാണാം. നല്ല ഭംഗിയിലാണ് ഈ ഒരു സ്റ്റെയർ കേസൊക്കെ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ചിലവും വന്നിട്ടില്ല, അപ്പോൾ ഒരുപാട് സ്ഥലവും പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ
എല്ലാം കൊണ്ടും കൊള്ളാം. ഒരുപാട് പൈസ നഷ്ടമില്ലാത്ത രീതിയിൽ, എന്നാൽ സിമ്പിളായിട്ട് തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെ എല്ലാ വർക്കുകളും ചെയ്തിട്ടുണ്ട്. ഇതാണ് മുകളിലത്തെ ഒരു ഹാള് വന്നിരിക്കുന്നത്. നല്ല ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം വരുന്നത് നമ്മുടെ വെളിയിലേക്ക് വരുന്ന ഭാഗം. ഈ ഒരു ഭാഗം നമുക്ക് ഷീറ്റൊക്കെ ഇട്ടെടുക്കുക ആണെങ്കിൽ നമുക്ക് തുണിയൊക്കെ വിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഏരിയ ആണ്. ഇനി ഈ ഹാളിൻ്റെ ഇടതുവശത്തും വലതുവശത്തുമായിട്ടാണ് ഓരോ റൂമുകൾ കൂടി ഉള്ളത്. മെമ്പറൻസ് ഡോറുകളാണ് എല്ലാ റൂമുകൾക്കും കൊടുത്തിരിക്കുന്നത്. ഇതിലും BLDC ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഈ റൂമിലും കൊടുത്തിട്ടുണ്ട്. എല്ലാം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂം. നല്ല ഭംഗിയുള്ള നല്ല വൃത്തിയുള്ളൊരു ബാത്റൂമാണ്. നല്ല ടൈലുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ സ്ഥലത്തിൻ്റെയും കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണ്. 18 സെൻറ്റ് സ്ഥലം, 2200 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം, 4 അറ്റാച്ച്ഡ് ബാത്റൂം. കപ്പാട് ടൗണിന് സമീപമായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 1 വർഷത്തിൽ താഴെയാണ് ഈ വീടിൻ്റെ ഒരു പഴക്കം വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം. ഈ എല്ലാ ബെഡ്റൂമുകളും വലിപ്പമുണ്ട്. എല്ലാ ബെഡ്റൂമിലും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് 4ാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂം. മുമ്പ് നമ്മൾ കണ്ട ആ ഒരു സെയിം പാറ്റേണിലുള്ള ടൈലുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിലും ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയായിട്ട് നമ്മുടെ ഒരു ബാൽക്കണി ഏരിയ ആണ്. എല്ലാ ഡോറുകളും ഇവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്ന ഡോറുകളും കൊടുത്തിരിക്കുന്നത് തേക്കിൻ തടി തന്നെയാണ്. ഇതാണ് നല്ല വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ വന്നിരിക്കുന്നത്. ഇവിടെയും പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണ്. വൈകുന്നേരങ്ങളിലൊക്കെ കാറ്റുകൊണ്ടിരിക്കാൻ പറ്റുന്ന നല്ല മനോഹരമായിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ ഈ വീടും സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക. നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനായി നിങ്ങൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. ചിലരൊക്കെ 2 മാസം കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ട് വീടൊക്കെ വിറ്റ് പോയതിന് ശേഷം ചോദിക്കുക ഈ വീട് അവൈലബിൾ ആണോ എന്ന് ചോദിക്കാറുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ ഇങ്ങനെ തന്നെ പറയുന്നത്. അതുപോലൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും വീടൊക്കെ നോക്കുന്നവർ, വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റൂട്ടിൽ കപ്പാട് ടൗണിന് സമീപമായിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.